ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ചീര തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് ചീരയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യമുള്ളത് സബോള, പച്ചമുളക്, അതുപോലെ തന്നെ തേങ്ങ വേണം. അങ്ങനെ നമുക്കിത് ഗ്യാസ് കത്തിച്ച് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് സബോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഫ്രൈ ആകണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി കേട്ടോ. അത് വഴണ്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം, കളറിന് വേണ്ടിയിട്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കരിഞ്ഞ് പോകരുത്, ഗ്യാസ് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ ചീര നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ചീര പെട്ടെന്ന് വേകുന്ന സാധനം, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചിരകിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ കേട്ടോ. ഞാനിപ്പോൾ 1 മുടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരകിയെടുക്കാം. തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീര എന്തായെന്ന് നോക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചീര എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചീര അത്യാവശ്യം നന്നായിട്ട് വാടിയിട്ടുണ്ട്. വെന്തിട്ടില്ല, പക്ഷെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ആവിയിൽ അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ ചീര നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ട് ചീര അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആവിയിൽ വെച്ച് വേവിക്കണം. അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചീരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അങ്ങനെ തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അത് ആ തേങ്ങയും ചീരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കൂട്ടി അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കാണിച്ചു തരാം. വീട്ടിലൊരു ചെടിയിൽ കിളിക്കുഞ്ഞ് കണ്ടോ. ഇത് അവിടെ തന്നെ മുട്ടയിട്ട് വിരിഞ്ഞതാണ്. ഇതിൻ്റെ പേര് ഒരു തൊപ്പിക്കിളി എന്നങ്ങനെ എന്തൊക്കെയോ പറയും. കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. ഇതെൻ്റെ വീട്ടിലൊരു പൂവാണ് കണ്ടോ, മഞ്ഞപ്പൂവ്. രാവിലത്തെ ഒരു ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. അങ്ങനത്തെ നമ്മുടെ ചീര ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ചീര നന്നായി വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോള് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനും ഒന്നിനും പറ്റിയില്ലായിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നില്ല. ഇപ്പോൾ അവൾ ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാട്ടെ എല്ലാവരും.
അപ്പോൾ നമ്മുടെ അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബായ്.